ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് നാളെ തുടക്കം. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സുരക്ഷിതമായ ജീവിതാന്തരീക്ഷം ഉറപ്പുവരുത്താൻ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ പ്രതിജ്ഞാബദ്ധമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. പോലീസ് സേനയിൽ അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരവൃക്ഷങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക നാളികേര ദിനം. രാജ്യത്തിന്റെ മധ്യ പടിഞ്ഞാറൻ മേഖലയിലും തെക്കൻ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസ്ന ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. കോലാപൂരിലെ വാരാനഗറിൽ ശ്രീ വാരണ വനിതാ സഹകരണ സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ പൂനെയിൽ സിംബോയോസിസ് ഇന്റർനാഷണലിന്റെ 21ാമത് ബിരുദദാന ചടങ്ങിനെ ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. മുംബൈയിൽ നടക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ കൌൺസിലിന്റെ ശതാബ്ദി ആഘോഷ ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് നാളെ തുടക്കം. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നാളെ പുറപ്പെടും. ഇരു രാഷ്ട്രങ്ങളുമായും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും മറ്റ് ദുർബല വിഭാഗങ്ങൾക്കും സുരക്ഷിതമായ ജീവിതാന്തരീക്ഷം ഉറപ്പുവരുത്താൻ നീതിന്യായ വ്യവസ്ഥ പ്രതിജ്ഞാബദ്ധമാണെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇന്നലെ സമാപിച്ച ജില്ലാ ജുഡീഷ്യറിയുടെ ദേശീയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീർപ്പാക്കാത്ത കേസുകളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരുന്നതിനായി കർമ്മ പദ്ധതി ആവിഷ്കരിച്ചതായി ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. രാജ്യത്തെ GST വരുമാനം കഴിഞ്ഞ മാസം വരെ 1.75 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലെ വരുമാനത്തേക്കാൾ 10% വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസ് സേനയിൽ അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസിനെ ജനകീയവൽക്കരിക്കുകയാണ് സർക്കാരിന്റെ നയമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയത്ത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ആരോപണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി DGP ഷെയ്ഖ് ദർവേഷ് സാഹിബുമായി കൂടിക്കാഴ്ച നടത്തി. ADGP MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നാളെ മുഖ്യമന്ത്രിയെ കാണുമെന്ന് PV അൻവർ MLA. മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭയമില്ലാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം പോലീസ് സേനയിൽ ഉണ്ടാകണമെന്നും ശ്രീ അൻവർ ആവശ്യപ്പെട്ടു. PV അൻവർ MLAയുടെ ആരോപണങ്ങൾ പാർട്ടിയും സർക്കാരും ഗൌരവമായി പരിശോധിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കണ്ണൂർ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ അധികാരത്തിൽ തുടരാൻ സംസ്ഥാന സർക്കാരിന് ധാർമ്മികമായി യാതൊരു അർഹതയുമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉടൻ രാജിവെക്കണമെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം വിൽപ്പനയ്ക്ക് സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സജ്ജമാകുന്നതായി മന്ത്രി GR അനിൽ. 13 ഇനം സബ്സിഡി സാധനങ്ങൾ ഔട്ട്ലെറ്റുകളിലൂടെ വിൽപ്പനയ്ക്കെത്തിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനു പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ 10% മുതൽ വിലക്കുറവിലായിരിക്കും വിൽക്കുന്നത്. പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ ഓഫറും ലഭ്യമാക്കുമെന്ന് മന്ത്രി GR അനിൽ അറിയിച്ചു. വയനാട് ഉരുൾപൊട്ടൽ അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പുനഃപ്രവേശനോത്സവം മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വെള്ളാർമല GVHS മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈ GLP സ്കൂൾ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലുമാണ് പ്രവർത്തിക്കുക. വെള്ളാർമല സ്കൂളിലെ 546 കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ 61 കുട്ടികൾക്കുമാണ് അധിക സൌകര്യം ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഏറെ ഉത്സവ അന്തരീക്ഷത്തിലാണ് പ്രവേശനോത്സവം നടന്നത്. ചൂരൽമലയിൽ നിന്നും 3 KSRTC ബസ്സുകളിലായാണ് കുട്ടികളെ പ്രവേശനോത്സവം നടന്ന മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിച്ചത്. കുട്ടികൾക്ക് പുതിയ പാഠപുസ്തകങ്ങളും ബാഗുകളും നൽകിയാണ് സ്വീകരിച്ചത്. നാളെ മുതൽ ഇവർക്ക് ക്ലാസുകൾ ആരംഭിക്കും. ഈ ദുരന്തത്തിൽ 36 കുട്ടികളെയാണ് നഷ്ടമായത്. വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകൾ ഉടൻ പുനർനിർമ്മിക്കുമെന്നും പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. വെള്ളാർമല സ്കൂളിൽ അവശേഷിക്കുന്ന കെട്ടിടം ദുരന്ത സ്മാരകമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വയനാടിന്റെ ചുമതല വഹിക്കുന്ന വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി OR കേളുവടക്കം നിരവധി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട കുറ്റക്കാർക്ക് സർക്കാർ സംരക്ഷണം ഒരുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ.
സെക്രട്ടേറിയറ്റിന് മുന്നിൽ UDF പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. BJPയുടെ അംഗത്വ വിതരണ യജ്ഞമായ സദസ്യതാ അഭിയാൻ 2024 ഇന്ന് ഡൽഹിയിൽ തുടക്കമാകും. പാർട്ടി അധ്യക്ഷൻ JP നഡ്ഡയിൽ നിന്ന് പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി അംഗത്വം പുതുക്കി സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ഈ മാസം 25 വരെയാണ് പരിപാടിയുടെ ആദ്യഘട്ടം നടക്കുക. കൊൽക്കത്ത ആർജിക്കർ ആശുപത്രിയിൽ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തം. ഇന്നലെ നടന്ന രാപകൽ പ്രതിഷേധത്തിൽ പ്രമുഖ ബംഗാളി അഭിനേതാക്കളും സിനിമാ പ്രവർത്തകരും പങ്കെടുത്തു. പ്രതിഷേധ സമരം ഇന്ന് പുലർച്ചെ വരെ നീണ്ടു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ട മദർഷിപ്പ് ഡെയ്ല തുറമുഖം വിട്ടു. മെഡിറ്ററേനിയൻ കമ്പനിയായ MSCയുടെ കപ്പലായ ഡെയ്ല കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം ഇന്നലെ വൈകിട്ടോടെയാണ് കൊളംബോയിലേക്ക് യാത്ര തിരിച്ചത്. കൌശൽ ഭാരത് കുശാൽ ഭാരത് യോജനയ്ക്ക് കീഴിൽ ഉപഭോക്തൃ സേവന പ്രതിനിധികളെ നിയമിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. കേരവൃക്ഷങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതി ഇന്ന് ലോക നാളികേര ദിനം. സർക്കുലർ സമ്പദ്വ്യവസ്ഥയ്ക്കായി നാളികേരത്തിന്റെ മൂല്യം പരമാവധി വർദ്ധിപ്പിക്കുന്നതിന് കൂട്ടായ്മകൾ കെട്ടിപ്പടുക്കുക എന്നതാണ് ഇത്തവണത്തെ ദിനാചരണ സന്ദേശം. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ 500ഓളം കർഷകരും സംരംഭകരും പങ്കെടുക്കും. രാജ്യത്തിന്റെ മധ്യ പടിഞ്ഞാറൻ മേഖലയിലും തെക്കൻ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. ഇരു സംസ്ഥാനങ്ങളിലും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 26 സംഘങ്ങളെ വിന്യസിച്ചിട്ടുണ്ട്. വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്ന ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. വടക്ക് പടിഞ്ഞാറൻ അറബിക്കടലിലെ അസ്ന ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി. തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിക്കുന്ന തീവ്ര ന്യൂനമർദ്ദത്തിന്റെ ശക്തി വീണ്ടും കുറയാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കിഴക്കൻ വിദർഭയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലാണ് തീവ്ര ന്യൂനമർദ്ദം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കനത്ത മഴയും വെള്ളക്കെട്ടും കാരണം രാജ്യത്തുടനീളം ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടു. തിരുവനന്തപുരത്ത് നിന്നും ഇന്ന് പുറപ്പെടേണ്ടിയിരുന്ന കൊച്ചുവേളി കോർബ എക്സ്പ്രസ്, ബിലാസ്പൂർ എറണാകുളം എക്സ്പ്രസ്, ബുധനാഴ്ച പുറപ്പെടേണ്ട എറണാകുളം ബിലാസ്പൂർ എക്സ്പ്രസ് എന്നിവ പൂർണ്ണമായും റദ്ദാക്കി. തിരുനെൽവേലി ബിലാസ്പൂർ എക്സ്പ്രസ്, കൊച്ചുവേളി ഖൊരഗ്പൂർ എക്സ്പ്രസ്, ന്യൂഡൽഹി കേരള എക്സ്പ്രസ് ട്രെയിനുകൾ ഇന്ന് വൈകിയോടും. പാരീസിൽ നടക്കുന്ന പാരാലിമ്പിക്സിൽ 5ാം ദിവസമായ ഇന്ന് അമ്പെയ്ത്ത്, ബാഡ്മിന്റൺ എന്നീ ഇനങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. പാരാലിമ്പിക്സിൽ അത്ലറ്റിക്സിൽ ഇന്നലെ വനിതകളുടെ 200 മീറ്റർ T35 ഇനത്തിൽ ഇന്ത്യയുടെ പ്രീതി പാൽ വെങ്കല മെഡലും പുരുഷന്മാരുടെ ഹൈജംപ് T47 ഇനത്തിൽ ഇന്ത്യയുടെ നിഷാന്ത് കുമാർ വെള്ളി മെഡലും നേടിയിരുന്നു. മെഡൽ പട്ടികയിൽ ചൈനയാണ് മുന്നിൽ. ഇന്ത്യ 27ാം സ്ഥാനത്താണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഈ മാസം 18 വരെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലീഗിൽ 6 ടീമുകളാണ് മത്സരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 തൃശൂർ ടൈറ്റൻസും ആലപ്പി റിപ്പിൾസും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ മുന്നേറ്റം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 227 പോയിന്റ് നേട്ടത്തിൽ 82,593ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 57 പോയിന്റ് ഉയർന്ന് 25,293ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 53,360 രൂപയും ഗ്രാമിന് 25 രൂപ താഴ്ന്ന് 6,670 രൂപയുമാണ് ഇന്നത്തെ വില. ഫുഡ് ടെക്നോളജി വ്യവസായ മേഖലയിൽ രാജ്യത്തിന്റെ ഹബ്ബാകാനുള്ള ശ്രമത്തിലാണ് കേരളമെന്ന് മന്ത്രി P. രാജീവ്. എറണാകുളത്ത് കേരള ഫുഡ് ടെക് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണൈ സിംഗപ്പൂർ സന്ദർശനത്തിന് നാളെ തുടക്കം. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും സുരക്ഷിതമായ ജീവിതാന്തരീക്ഷം ഉറപ്പുവരുത്താൻ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ പ്രതിജ്ഞാബദ്ധമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ്. പോലീസ് സേനയിൽ അച്ചടക്ക വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ സ്കൂളുകളിൽ പുനഃപ്രവേശനോത്സവം മന്ത്രി വി. ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരവൃക്ഷങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് ലോക നാളികേര ദിനം. രാജ്യത്തിന്റെ മധ്യ പടിഞ്ഞാറൻ മേഖലയിലും തെക്കൻ സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസ്ന ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.